ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്നത്തെ വ്ളോഗിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ വീസ്ട്രോം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ CP സുസുക്കി എപ്പോൾ റൈഡ് കണ്ടക്ട് ചെയ്താലും നമുക്കൊരു ഇൻവിറ്റേഷൻ ഉറപ്പാണ്. അപ്പം ഇത്തവണ ഞങ്ങൾ മൂന്നാറിലോട്ടാണ് കേട്ടോ റൈഡിന് പോകുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ഷോറൂമിലെത്തി. കാരണം ട്രിപ്പിൻ്റെ ഫോമും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു ബ്രീഫിംഗ് സെഷൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ടീഷർട്ടൊക്കെ തന്നിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടിനായിട്ട് നിരനിരയായി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് അവർ ഫ്യൂവൽ കൂപ്പണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ഗാർഡ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ ഫ്ലാഗ് ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന പെട്രോൾ പമ്പിലോട്ടാണ്. പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം അടുത്ത വയറ് നിറയ്ക്കാനായിട്ട് ഞങ്ങൾ ശരവണ ഭവനിൽ സ്റ്റോപ്പ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ പൂരിയും ഇഷ്ടമുള്ളവർക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിക്കാം കേട്ടോ. അങ്ങനെയൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ പൂരിയൊക്കെ വാങ്ങിയതിന് ശേഷം ഒരു ഡാമിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ചെറിയ മഴ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി ആദ്യത്തെ കുറേ മണിക്കൂറുകൾ. അതിന് ശേഷം ഞങ്ങൾ വെൺമണി വ്യൂ പോയിൻ്റ് എത്തുന്നതിന് മുന്നേ ഒന്ന് ഹോൾട്ട് ചെയ്തു. കാരണം എല്ലാവർക്കും ദാഹമൊക്കെ ആയി തുടങ്ങി, വിശപ്പൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചു തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും മഞ്ച് ചെയ്തിരിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴത്തേക്കും നല്ല കോടയും നല്ല മഴക്കോളും കണ്ടു. പറഞ്ഞു തീർന്നില്ല, അതിനിടയ്ക്ക് നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കണ്ട കടയിലൊന്ന് നിന്നു വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മഴ തീരുന്നവരെ. പക്ഷെ മഴ തീരുന്നില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. ഇതാണ് കേട്ടോ വെൺമണി വ്യൂ പോയിൻ്റ്. ഇവിടെ വെച്ചിട്ട് ആക്ച്വലി ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേറെ ലൈവൊന്നും എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ താജിലെത്തി. മൂന്നാർ അടുപ്പിച്ച് എത്തി കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് വയറ് വീണ്ടും ഫില്ലായതിനു ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലോട്ടുള്ള യാത്ര തുടങ്ങി കേട്ടോ. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മഴ ആയതുകൊണ്ട് അതിൻ്റേതായ തണുപ്പും ഒരു പ്രകൃതി ഭംഗി അന്നേരം വേറെയാണല്ലോ. നല്ല മഴയായിരുന്നു. ട്രിപ്പ് തുടങ്ങിയ നേരം തൊട്ട് തുടങ്ങിയ മഴ പിന്നെ ട്രിപ്പ് തീരുന്ന നേരം വരെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് എങ്ങോട്ടും പോയിട്ടില്ല. പക്ഷെ അത് വേറൊരു വൈബായിരുന്നു ആക്ച്വലി. നമുക്ക് മൊത്തത്തിലൊന്ന് പുറത്ത് പോയി നടന്നൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ എന്നാലും ഓരോ ട്രിപ്പിനും അതിൻ്റേതായ ഭംഗി എന്ന് പറയുന്നോണം ഈ ട്രിപ്പിന് മഴയായിരുന്നു ഭംഗി. ഞങ്ങൾ വെൺമണി രാജകുമാരി പൂമ്പാറ റൂട്ടാണ് കേട്ടോ പിടിച്ചത് ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. പക്ഷേ കാലാവസ്ഥ മോശമായത് കാരണം ഞങ്ങൾ നിർത്തിയില്ല, നേരെ തന്നെ സ്റ്റേയിലോട്ട് വിട്ടു. സ്റ്റേയിലെത്തിയപ്പോൾ അവർക്ക് നമുക്ക് റിഫ്രഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റും ചായയൊക്കെ ആയിരുന്നു. ആ മഴയത്തത് കുടിച്ചപ്പം എന്താ ഒരു ആശ്വാസം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇറങ്ങി. വട്ടമേശ സമ്മേളനം പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് അറിയണമല്ലോ, ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. കുറച്ച് പേരൊക്കെ നേരത്തെ അറിയാം, എന്നാലും മിക്കതും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊന്നും ഇൻട്രാക്ഷൻ വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ താഴെ വന്നിരുന്നു. ഇതെൻ്റെ കെട്ടിയോൻ റേഞ്ച് പിടിക്കുന്നതാണ് കേട്ടോ ഫോണിങ്ങനെ എറിഞ്ഞാൽ റേഞ്ച് വരും എന്നാണ് കണ്ടുപിടുത്തം. ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും അന്നേരം ഒരു കപ്പ് ഓഫ് ടീ ക്രേവിങ്സ് നല്ലതുപോലെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ പ്ലാനെന്ന് വെച്ചാൽ ഇവിടെ എത്തിയ ഉടനെ ക്യാമ്പ് ഫയറിൻ്റെ പരിപാടികൾ നോക്കുക എന്നാണ്. പക്ഷേ ഇതിനകത്ത് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇറങ്ങുന്നത് വരെ ഞങ്ങൾ അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു. മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് മഴയും കാറ്റും തണുപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു ഗെറ്റ് ടു നോ സെഷൻ പോലെ പ്രൊവൈഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അടാറൊരു സർപ്രൈസ് കിട്ടി കേട്ടോ. എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് സെലിബ്രേഷൻ അവിടെ വെച്ചിട്ടായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം എനിക്ക് ബാക്കിയുള്ളവർ അറിഞ്ഞുപോലും കൂടാ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് വേണ്ടിയിട്ട് അവർ സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിങ് സെറമണിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ സ്തംഭിച്ച് പോയി. പക്ഷേ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ. CP സുസുക്കിയോട് എനിക്ക് പ്രത്യേക താങ്ക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു തലച്ചോറ് എൻ്റെ കെട്ടിവേണ്ടി ആയിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 ലേഡീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ റൈഡിന് അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് അവർ സ്പെഷ്യൽ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് പായസം കിട്ടിയ എക്സ്ട്രാ ബോണസ് ആയിരുന്നു കേട്ടോ. ഇതിന് ശേഷം രാവിലെ ഞങ്ങളുടെ വ്യൂ ആണ്. ഇത് മൊത്തം കോട അടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെന്നു. ചായ ക്രേവിങ്സ് അപ്പോഴും ഉണ്ടായിരുന്നു. ഈ തണുപ്പത്ത് ചായ എത്ര കിട്ടിയാലും മതിയാവാത്ത പോലെ തോന്നുമല്ലേ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകാനുള്ള യാത്ര ആരംഭിച്ചു. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം വന്നതും പോകുന്നതും കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഈ മഴ കാരണം. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നല്ല കാറ്റ്.
കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് വീശും. ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയാണാവോ ഇനി ഈ വഴിയിൽ തിരിച്ചു പോവുക. ഇടയ്ക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത റോഡിലൊക്കെ മരങ്ങളൊക്കെ വീണ് റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന ന്യൂസ് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ. ഞങ്ങൾ സൈലൻറ്റ് വാലിയിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മഴയായതുകൊണ്ട് വെറുതെ എന്തിനാ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് കല്ലാർകുട്ടി ഡാമിൽ ഒന്ന് ഹോൾട്ട് ചെയ്ത് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ടൈമിൽ വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരിച്ച് വരുന്ന സമയത്ത് ഹമ്പോ നിറഞ്ഞങ്ങോട്ട് ഒഴുകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അടുത്തൊരു ഷാപ്പുണ്ടെന്ന് പറയുന്ന കേട്ടു, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കള്ള് ഷോപ്പിൽ പോയി കള്ള് കുടിക്കുക എന്നുള്ളത്. ഇതുവരെ നടന്നിട്ടില്ല, അതിത്തവണ നടന്നു കിട്ടി, ഭാഗ്യം. മോനെ അത് അടിയാണ്. എനിക്ക് വേണ്ട സാധനം കിട്ടി, എനിക്ക് വേണ്ട സാധനം കിട്ടി. ഇന്ന് സ്റ്റേ എടുക്കേണ്ടി വരുവാടാ വേറെ. കഴിച്ചോ ഓരോരുത്തർ ഒരു മിനിറ്റ് ഇല്ല, ഇത് ഇതൊക്കെ എന്ത് ഇല്ല, വീഡിയോ എടുക്കണല്ല, കഴിച്ചോ. എങ്ങനെയുണ്ട്? ആ കണ്ടട ചോടങ്ങി ഇപ്പൊ കരഞ്ഞു തുടങ്ങും, ഇപ്പൊ കരച്ചിൽ തുടങ്ങും. ഏതാനും നിമിഷങ്ങൾ സൈക്കിൾ റാലി പോലെ ഒരു ലോറി കണ്ണടഞ്ഞു തുടങ്ങി. എന്താണെന്നറിയില്ല, കള്ള് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മന്ദത, ആകെ മൊത്തം ഒരു ഡിസ്നസ് കേട്ടോ. എനിക്ക് ബോധത്തോടെ ഇരിക്കാനേ പറ്റുന്നില്ല. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, മഴയുടെ തണുപ്പടിച്ചിട്ടും എനിക്ക് ഞാൻ ഉണർത്ത് പ്രവർത്തിക്കുന്നില്ല. അവസാനം ഞാൻ വണ്ടിയിൽ ചുറ്റി പിടിച്ചിരുന്നു കേട്ടോ. എനിക്ക് സീണ് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം എന്നെ വലിയൊരു വിഷമം കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൽ ഒന്ന് വെള്ളം കയറി, താഴത്തൊന്നും വീണില്ല. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ ഇപ്പോൾ വെള്ളം കയറിയിട്ട് അത് ഓഫായിപ്പോയി. അതായത് ഈ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കും വിഷ്വൽസ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം ഓഫ് ചെയ്ത് വെച്ചു, സിലിക്ക ജെല്ലൊക്കെ ഇട്ട് വെച്ചു. പക്ഷേ ഒന്നും ഒരു ഉപയോഗവും കണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു. വൈകുന്നേരമായപ്പോൾ അവർ വിളിച്ച് പറയണു, ഇല്ല ഇതിൻ്റെ ബോർഡ് അടിച്ചു പോയി, ശരിയാക്കാൻ പറ്റത്തില്ല, ശരിയാക്കുന്നെങ്കിൽ 33,000 രൂപ വേണം. ഈ ഫോൺ ഞാൻ വാങ്ങിയത് ആ കാശിലായിരുന്നു. അങ്ങനെ ഭയങ്കര സാഡായിപ്പോയി. കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ കെട്ടിന് എനിക്ക് പുതിയ OnePlus 13 വാങ്ങി തന്നു. പക്ഷേ ആദ്യം എനിക്കതിൻ്റെ ഒരു സന്തോഷം വന്നില്ല. കാരണം പഴയ ഫോണിൻ്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അപ്പോഴും കിടക്കുകയാണ്. പിന്നെ ഫോണൊക്കെ കിട്ടി, ഡേറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കി. പക്ഷേ വാട്സപ്പ് ചാറ്റ് പോയി. അപ്പോഴും ഞാൻ വീണ്ടും പിന്നെ പയ്യെ ഫോണുമായിട്ടൊന്ന് സെറ്റായി വന്നു കേട്ടോ. ഇതെൻ്റെ രാവിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്കിതേനെ വൈറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും കൂടി ചേർന്ന് എനിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ആദ്യം ഇതിനകത്തൊരു ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. നല്ല രീതിക്ക് പുകഴ്ത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു രോമാഞ്ചം. കുണ്ടിക്ക് പിടിച്ചോണ്ട് കിടന്നു. ചോദ എല്ലാ കളറുണ്ടല്ലോ. കുണ്ടിക്ക് പിടിച്ച ചോക്കുന്ന പാന്റ്. ഹാരി പോട്ടർ സൗണ്ട് ഒക്കെ കറക്കുമ്പോ പയ്യാക്ക്
കൊള്ളാം കേട്ടോ, അത് കൊള്ളാം. ഏത്? ടിഷ്യൂ പേപ്പർ. ഓഫ്. അത് നിങ്ങളെ 3 പേരെ റെപ്രസെന്റ് ചെയ്താ. ആ. രംഗു, ഇത് കരിശു, ഇത് അമ്മളും. ആ. 3 എണ്ണം. കണ്ടു പഠിക്ക്. അപ്പൊ ഞാൻ പൊട്ടനാ. അങ്ങനെ എനിക്ക് ഇത്തവണത്തെ ബർത്ത്ഡേക്ക് പുതിയ ഫോൺ കിട്ടി, ഒരുപാട് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്സ് കിട്ടി. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പഴയ ഫോൺ പോയതിൻ്റെ വിഷമമൊക്കെ ഞാനിങ്ങനെ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അടുത്ത സർപ്രൈസ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കേക്ക് അവിടെ സർപ്രൈസ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആക്ച്വലി. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ മൊത്തം സർപ്രൈസിൻ്റെ ഒരു കൂമ്പാരമായിരുന്നു. കുറേ അൺഎക്സ്പെക്റ്റഡ് തിങ്സ് സംഭവിച്ചു, കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായി, കുറച്ച് വിഷമിച്ചു. പക്ഷെ എന്നാലും മൊത്തത്തിലൊരു ഇവൻറ്റ്ഫുൾ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വൈറ്റില മെട്രോയിലെത്തി കേട്ടോ. അവിടെ എൻ്റെ അനിയത്തി ഫ്രണ്ട്സും വരുന്നുണ്ടായിരുന്നു. അവളെനിക്ക് കുനാപ്പ ഹൽവയും ഒരു ജോഡി ഡ്രസ്സൊക്കെ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയും കണ്ടു. പിന്നെ ആലപ്പുഴയിലോട്ട് ബസ്സെല്ലാം കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ ഫ്ലാറ്റിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. ലവ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.